മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമുക്ക് ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു ദിവസമാണ്. ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുക. എന്തോ ഒരു വലിയ ആനന്ദം. ഇന്നലെ എത്രയോ പേർ കടന്നുപോയി. നമുക്ക് കിട്ടിയ ഭാഗ്യം നമ്മുടെ കഴിവോ യോഗ്യത കൊണ്ട് തന്നതല്ല. ദൈവം നമ്മിൽ പ്രതീക്ഷ വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയാണ്, സ്നേഹമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് ഈ ഒരു ദിവസം തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ ഈ പ്രഭാത വിരുന്നിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമുക്കിന്ന് പ്രത്യേകമായിട്ട് ലോകം മുഴുവനും ക്രൈസ്തവർ, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിലും ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കപ്പെടുന്നുണ്ട്. നമുക്ക് കർത്താവ് പണ്ട് പറഞ്ഞ മുന്നറിയിപ്പ് അർത്ഥവത്തായിക്കൊണ്ടിരിക്കുകയാണ്. പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാവണം. അതോടൊപ്പം ഈ ക്രൈസ്തവരെ പല വിധത്തിൽ പീഡിപ്പിക്കുന്ന എല്ലാവരുടെയും മാനസാന്തരത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേക നിയോഗം വെച്ച് ഈ ഒരു ദിവസം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് നമുക്ക് ദൈവം തരുന്ന സന്ദേശം അത് സ്വീകരിക്കാനുള്ള, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുന്ന് ഞങ്ങളിൽ എപ്പോഴും കൂടെ ആയിരിക്കാൻ വേണ്ടി വചനം മാംസം ധരിച്ച് കർത്താവെ ഞങ്ങളുടെ ഇടയിൽ വസിച്ചല്ലോ. അവിടുന്ന് ഭരമേൽപ്പിച്ച ആ ദൗത്യം ലോകം മുഴുവനും ഞങ്ങളിലൂടെ യേശു പ്രതിഫലിപ്പിക്കപ്പെടാൻ കഴിയത്തക്ക വിധം ഞങ്ങളിൽ വചനം മാംസം ധരിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിവില്ലല്ലോ. പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമേ. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതിനാൽ ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധൻ, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്നുള്ള അവിടുത്തെ വാക്ക്, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളും വചനം മാംസം ധരിച്ച് ലോകത്തിന് കൊടുക്കാൻ കഴിയത്തക്ക വിധം ഈ വചനം ഞങ്ങളിൽ മാംസം ധരിക്കുവാനിടയാക്കണമേ. ഞങ്ങളോട് സംസാരിച്ചാലും പരിശുദ്ധയമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ നോമ്പ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയല്ലേ. നമുക്കൊരു
സന്ദേശം നമുക്ക് കേൾക്കാം. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് 4-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യേശു ദൗത്യം ആരംഭിക്കുന്നു. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട് സെബൂലൂണിലെ നഫ്താലിയുടെ അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്നു പാർത്തു. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബൂലൂൺ നഫ്താലി പ്രദേശങ്ങൾ, വിജാതിയരുടെ ഗലീലി, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ലോകത്തിലേക്ക് ഏറ്റവും വലിയ പ്രകാശം കടന്നു വരുന്നു. പക്ഷേ മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. അതാണ് യേശുവിൻ്റെ വരവിനെ സംബന്ധിച്ചിടത്തോളം യോഹന്നാൻ ശ്ലീഹ പറയുന്നൊരു കാര്യം. തിന്മയിലേക്ക് ആ പ്രകാശത്തെ സ്വീകരിക്കാൻ വൈമുഖ്യം കാണിച്ച ഒരു സമൂഹം. നമുക്കറിയാം, സ്നാപക യോഹന്നാൻ യേശുവിന് മുമ്പേ അയക്കപ്പെട്ടത് വരാനിരിക്കുന്ന മിശിഹ വരുന്നു എന്ന ഒരു സൂചന കൊടുത്ത് ആ മിശിഹായെ സ്വീകരിക്കാൻ ഒരുക്കാൻ വേണ്ടിയായിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ഒരുക്കാൻ. ആ ഏറ്റവും വലിയ പ്രവാചകൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, മാനസാന്തരപ്പെടുവിൻ, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ, ദൈവരാജ്യം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അതേ കാര്യം ആണ് യേശുവും പറയുന്നത്. ഈ ഒറ്റ കാര്യമാണ്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള ഒറ്റ മൂലി മാനസാന്തരപ്പെടാൻ ഉള്ളതാണ്. മനസ്സിൻ്റെ മാറ്റം, മനസ്സിൻ്റെ അന്തരം, മനസ്സിൽ രൂപാന്തരം സംഭവിക്കണം. അതായത് ഹൃദയം നിർമ്മലമാവണം. ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട് ഗലാത്യക്കാർക്കുള്ള ലേഖനം 5-ാം അധ്യായത്തിൽ. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം. വേറെ വല്ലതും വേണോ? യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ത്രിദോഷങ്ങളെക്കുറിച്ച്. കണ്ണിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ജഡത്തിൻ്റെ ദുരാശ. അപ്പം ഇത് തടസ്സമാണ്, രക്ഷകനെ സ്വീകരിക്കുന്നതിന് തടസ്സമാണ്. അപ്പോൾ ഇവിടെ യേശു ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തതും യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപകൻ പ്രസംഗിച്ചത് ഈ ഒറ്റ കാര്യമാണ്. ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യം ആഗതമായിരിക്കുന്നു, പ്രവേശിക്കാനുള്ള ഒറ്റ കാര്യം ഇതേ ഉള്ളൂ, ഒറ്റ കാര്യം, മാനസാന്തരപ്പെടുവിൻ. അപ്പോൾ റോമാക്കാർക്കുള്ള ലേഖനം 2-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. 12-ാം അധ്യായം 2 നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. മനസ്സിന് മാറ്റം വരണം. അതുകൊണ്ട് എന്താ ഗുണം? പൗലോസ്ലീഹ കൃത്യമായിട്ട് തുടർന്ന് പറയുന്നുണ്ട്, ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ 3 കാര്യങ്ങളാണ്. ദൈവഹിതം അറിയാൻ നിങ്ങൾക്ക് കഴിയും മനസ്സിന് മാറ്റം വന്നാൽ. ഈ മനസ്സിന് മാറ്റം വന്നു കഴിയുമ്പോഴാണ് ദൈവം വെളിപ്പെടുത്തുന്ന നമ്മെക്കുറിച്ചുള്ള പദ്ധതി വെളിപ്പെട്ട് കിട്ടുന്നത്. അപ്പൊ ദൈവഹിതം എന്തെന്നും
നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അപ്പോൾ ഈ വിശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു, നമ്മൾ എന്തായിരിക്കുന്നു, ആ ലെവലിൽ നിന്ന് നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ആ ലെവലിലേക്കുള്ള ഉയർച്ച, വളർച്ച. അത് എങ്ങനെ അറിയും? ദൈവഹിതം വചനത്തിലൂടെ, പ്രപഞ്ചത്തിലൂടെ, സൃഷ്ടവസ്തുക്കളിലൂടെ, അധികാരികളിലൂടെ എല്ലാം വെളിപ്പെടുന്ന ദൈവഹിതം, പ്രത്യേകിച്ച് വചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവഹിതം. അപ്പോൾ അത് ഈ വിശുദ്ധി പ്രാപിക്കുന്നതിന് ഇതാവശ്യമാണ്. രൂപാന്തരം സംഭവിക്കണം. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും, നല്ലത് ഏതാണെന്ന് അറിയാൻ കഴിയണം, നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയണം. അതുപോലെ തന്നെ പരിപൂർണവുമായതെന്തെന്നും, നല്ലതും പ്രീതിജനകവും പരിപൂർണവും. ആർക്ക് പ്രീതിജനകം? ദൈവത്തിനുമുമ്പിൽ പ്രീതിജനകമായ ഈ ജീവിതം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മനുഷ്യരുടെ പ്രീതി കിട്ടാൻ വളരെ എളുപ്പമാണ്. ഏത് അഭിനയവും ഇന്ന് നടത്താൻ ഒരു മനുഷ്യന് ബുദ്ധിമുട്ടില്ല. റിയാലിറ്റി ഷോ എന്ന് കേട്ടിട്ടില്ലേ? എല്ലാ ഷോയും റിയാലിറ്റി ആണെന്ന് വരുത്തി തീർക്കുക. മനുഷ്യരുടെ മുമ്പിൽ എല്ലാം മിടുക്കന്മാരാണ്. പക്ഷെ ദൈവം അവനെ അറിയുന്നുണ്ട്. ദൈവം ഉള്ളറിയുന്നവനാണ്. അതുകൊണ്ട് നമുക്കവിടെ ഒഴികഴിവില്ല, മറയ്ക്കാൻ പറ്റില്ല. ഇവിടെ ആദത്തോട് ദൈവം ചോദിക്കുന്നുണ്ട്, ആദം നീ എവിടെയാണ്? തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിൻ്റെ കൂടെ ചങ്ങാതിയെ പോലെ നടന്നയാള് മുങ്ങി. ദൈവം വിളിച്ചു, ആദം നീ എവിടെയാണ്? അപ്പോൾ പറയുകയാണ്, ഞാൻ നഗ്നനായതുകൊണ്ട് ഞാനിപ്പോൾ ഒളിച്ചിരിക്കുക നിന്നെ കാണാതെ. നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? അപ്പോൾ ഈ അവസ്ഥയിലേക്കാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നീ എവിടെ, നീ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? നമ്മളോട് ചോദിക്കുന്നുണ്ട് ദൈവം, നീ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നീ അവിടെ നിന്ന് മാറണം. ചിത്രശലഭം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്, അതിനെ പിടിക്കാൻ ചെല്ലും. പക്ഷെ ആ ചിത്രശലഭം പല സ്റ്റേജിലൂടെയാണ് കടന്നു വന്ന് ഈ ചിത്രശലഭമായി മാറിയത്. ആദ്യം അത് മുട്ടയായിരുന്നു, അത് വിരിഞ്ഞ് പുഴുവായി, പിന്നെ അത് പ്യൂപ്പ സ്റ്റേജിലേക്ക് വന്നു, പിന്നെ അത് ചിത്രശലഭമായി. ഈ പുഴുവായിരിക്കുന്ന അവസ്ഥയിലാണ് ജഡിക മനുഷ്യൻ്റെ അവസ്ഥ. ഈ പുഴു കിട്ടുന്നതൊക്കെ വെട്ടി വിഴുങ്ങും, ഭക്ഷണം കഴിക്കുക, നല്ല ഉഷാറായിട്ട് ഭക്ഷണം കഴിക്കുക, കാഷ്ടിക്കുക, ഉറങ്ങുക. ഇത്രയും പരിപാടിയെ പുഴുവിനുള്ളൂ. പക്ഷെ ആ പുഴുവിനെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഇല്ല. അവൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ തീറ്റയെല്ലാം നിർത്തി അവൻ പ്യൂപ്പ സ്റ്റേജിലേക്ക്, സമാധിയിലേക്ക് കയറുകയാണ്. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങുന്നത് ചിത്രശലഭമാണ്. നല്ല മനോഹരമായ ചിത്രശലഭം കുട്ടികൾക്ക് ഇഷ്ടമാണ്, പക്ഷെ പുഴുവിനെ ഇഷ്ടമല്ല. ഈ പുഴുവായിരിക്കുന്ന അവസ്ഥയിൽ നാം ജഡികനായിട്ടുള്ള മനുഷ്യൻ അവൻ ഉയരണം, അവൻ പറന്നുയരണം, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ആന്തരികമായ ശുദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ചിന്ത നല്ലതാണെങ്കിൽ നമ്മുടെ വാക്ക് നന്നായിരിക്കും. നമ്മുടെ വാക്കും ചിന്തയും നല്ലതാണെങ്കിൽ നമ്മുടെ പ്രവൃത്തി നന്നായിരിക്കും. ഇതിൻ്റെ എല്ലാം പിറകിൽ കിടക്കുന്ന അടിസ്ഥാനം ഉള്ളിലെ പ്രശ്നമാണ്. ദുശ്ചിന്ത, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം, ഇവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. ഈ നോമ്പ് കാലം സ്വയം കണ്ടെത്താനുള്ളൊരു അവസരമാണ്. സ്വയം കണ്ടെത്തണമെങ്കിൽ സുബോധം ഉണ്ടാവണം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു? ധൂർത്തപുത്രന് സുബോധമുണ്ടായി.
ഇതുപോലെ നമുക്ക് സുബോധം ഉണ്ടാവണം, പാപബോധം. പക്ഷെ ഇന്ന് ഒരൊറ്റ മനുഷ്യനുണ്ടോ താൻ ചെയ്ത തെറ്റാണെന്ന് സമ്മതിക്കുന്നവർ എത്ര പേരുണ്ട്? മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, നമുക്ക് കണ്ണ് ദൈവം തന്നിട്ടുണ്ട്, ഈ കണ്ണുകൊണ്ട് നോക്കുന്നത് നമ്മിലേക്കല്ല, മറ്റുള്ളവരിലേക്കാണ് നമ്മുടെ കണ്ണ് തിരിഞ്ഞിരിക്കുന്നത്. അവരുടെ കുറവുകളും വീഴ്ചകളും കണ്ടെത്താൻ മിടുക്ക. പക്ഷേ സ്വന്തം കണ്ണിൽ വലിയ തടിക്കഷ്ണം വരുന്നിട്ട് അത് കാണാതെ പോവുകയാണ്. അപ്പോൾ സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ്, സുബോധം. ആ സുബോധം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അനുതാപം തോന്നുന്നതും തെറ്റിനോട് വിട പറയാനും ദൈവത്തിൻ്റെ പക്കലേക്കും സഹോദരങ്ങളുടെ പക്കലേക്കും തിരിച്ചു ചെല്ലാനും. മടക്കയാത്ര, അതാണ് അനുരഞ്ജനം. അങ്ങനെ പോകുന്ന വ്യക്തിക്കാണ് സ്വർഗരാജ്യം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, അവിടുന്ന് സ്വർഗം വിട്ട് താഴേക്ക് തൻ്റെ പുത്രനെ അയച്ചത് ഞങ്ങളോടുള്ള കരുണയും സ്നേഹവും കൊണ്ടാണല്ലോ. പർദീസായിലെ ആദിമാതാപിതാക്കളുടെ വീഴ്ചയിൽ വേദനിച്ച് രക്ഷകനെ അന്ന് വാഗ്ദാനം ചെയ്ത ആ രക്ഷകൻ പുത്രനെ അവിടുന്ന് അയച്ചുകൊണ്ട് മനുഷ്യ മക്കളോടുള്ള സ്നേഹം അവിടുന്ന് പ്രകടമാക്കിയല്ലോ. കർത്താവേ, അവിടുന്ന് എന്തിനു വേണ്ടി താഴേക്ക് ഇറങ്ങി വന്നോ? ഞങ്ങളെ ഉയർത്തി സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്, പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നതിന്, സ്വർഗത്തോളം ഉയർത്താനാണല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് പക്ഷേ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ പ്രവൃത്തികളും കർത്താവെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് എന്നതിനേക്കാൾ ഒത്തിരി കുറവുകളും വീഴ്ചകളും ഉള്ളവരാണ് കർത്താവെ. അവയെ പരിഹരിച്ച് മാനസാന്തരപ്പെട്ട് ദൈവഹിതം തിരിച്ചറിഞ്ഞ് അവിടുത്തോട് ചേർന്ന് നിൽക്കാൻ ഉള്ള കൃപ തരണമേ. ഞങ്ങളുടെ ഹൃദയം നിർമ്മലമായി സൂക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മയോട് ചേർന്ന് ലോകം മുഴുവനുമുള്ള എല്ലാ ഇടവക മധ്യസ്ഥരായ വിശുദ്ധാത്മാക്കളോട് ചേർന്ന്, കാവൽമാലാഖമാരോട് ചേർന്ന്, സകല വിശുദ്ധരോടും ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ പിതാവെ അവിടത്തേക്ക് സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ സമാധാനം നമുക്ക് സ്വീകരിക്കാം. കർത്താവ് നൽകുന്ന സമാധാനം നമ്മുടെ ഉള്ളിൽ നിന്ന് ജ്വലിക്കുന്ന അനുഭവമാണ്. അത് നമുക്ക് സഭയുടെ പിതാവും തലവനുമായ ലയോ പാപ്പായോടും എല്ലാ കർദിനാൾമാരോടും മെത്രാപ്പൊലീത്താമാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, അൽമായ സഹോദരങ്ങൾ എന്നിവരോട് ചേർന്ന് നമുക്കും ആ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ സമാപനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മരിയൻ കൂടാരങ്ങളിൽ നിന്ന് ഉയരുന്ന ജപമാലകളോട് ചേർന്ന് നമുക്കും ഒരു ജപമാല ചൊല്ലി ഡിവൈൻ ശുശ്രൂഷകളുടെ വിജയത്തിനും ഗുഡ്നസ് ടിവിയുടെ വിജയത്തിനും വേണ്ടി സമർപ്പിക്കുന്നതോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ പ്രത്യേക നിയോഗം കൂടി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ദിവസം ഏറ്റവും സന്തോഷകരമായി സമാധാനം നിറഞ്ഞതായി തീരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി.